ഹലോ എവ്രി വൺ. ഇപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എൻറ്റമീബയാണ്. എൻറ്റമീബയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, മോർഫോളജി, ഫീച്ചേഴ്സ്, ലൈഫ് സൈക്കിൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഈ ജീനസിലുള്ള. ഇപ്പോൾ കിങ്ഡം, എൻറ്റമീബ ഏത് കിങ്ഡത്തിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്? ഇറ്റ് ബിലോങ്സ് ടു ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ, സബ് കിങ്ഡം പ്രോട്ടോസോവ, ഫൈലം സാൽക്കോമാസ്റ്റിഗോഫോറ, subphylum Sarcodina, superclass Rhizopoda, class Lobosa amoebas, subclass Gymnomebia, order Amoebida, family Entamoeba and genus Entamoeba. Family Entomibida and genus Entamoeba. So what is Entamoeba? Entamoeba എന്താണ്? അത് ആദ്യം അറിയണം. സോ എന്നാലും ഡീറ്റെയിലി അതിൻ്റെ ഓരോ സ്പീഷീസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. So Entamoeba is a pathogenic protozoan parasite seen in human beings. Entamoeba എന്ന് പറയുന്ന ഒരു പാത്തോജനിക് ആണ്. പാത്തോജനിക് എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ്. പാത്തോജനിക് പ്രോട്ടോസോവൻ പാരസൈറ്റ്. പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ അനിമൽ ലൈക്ക് ഫംഗസ്. അനിമൽ ലൈക്ക് ഫംഗസിനെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് സീൻ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഓഫ് ഹ്യൂമൻ. മനുഷ്യരിലെ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ഒരു തരം സ്പീഷീസാണ് എൻറ്റമീബിയയിലുള്ളത്. So they are generally accepted as commensal organisms of large intestine. Commensal എന്ന് പറയുന്നത് എന്താണ്? ടിഷ്യൂസിൽ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ഒരു തരം സ്പീഷീസും എൻറ്റമീബിയയിലുണ്ട്. സോ ഇൻ 1875 ഫെഡർ ലോഷ് ഡിസ്ക്രൈബ്ഡ് ദ ഫസ്റ്റ് പ്രൂവൺ കേസ് ഓഫ് അമീബിക് ഡിസെൻട്രി ഇൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ആദ്യത്തെ അമീബിക് ഡിസെൻട്രി 1875 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി എൻറ്റമീബ ജീനസിലുള്ള ചില സ്പീഷീസിനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്. സോ ആദ്യം പാത്തോജനിക്കും ഉണ്ട്, നോൺ പാത്തോജനിക്കും ഉണ്ട്. ഇപ്പോൾ രണ്ട് ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാത്തോജനിക്കും നോൺ പാത്തോജനിക്കും. ഫസ്റ്റ് പാത്തോജനിക് നോക്കാം. സോ എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക വിച്ച് കോസസ് അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്നതോടെ തന്നെ ഓൾവേസ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി പാത്തോജനിക് ആണ് എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഇറ്റ് ലിവ്സ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ. മനുഷ്യരിലെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക ജീവിക്കുന്നത്. ഇനി എൻറ്റമീബ ജിഞ്ചിവാലിസ് വിച്ച് കോസസ് പയോറിയ ലിവ്സ് ഇൻ ദ സോക്കറ്റ് ഓഫ് ഹ്യൂമൻ ടീത്ത്. ഹ്യൂമൻ ടീത്തിൻ്റെ സോക്കറ്റിൽ ജീവിക്കുന്നതാണ് എൻറ്റമീബ ജിഞ്ചിവാലിസ് ആൻഡ് ഇറ്റ് കോസസ് ദ ഡിസീസ് പയോറിയ. ഇനി നോൺ പാത്തോജനിക് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണ്? എൻറ്റമീബ കൊളായ്. എൻറ്റമീബ കൊളായ് ലിവ്സ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ, ഡോങ്കീസ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ കൊളായ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് എസറേഷ്യ കൊള. എസറേഷ്യ കൊളയല്ല, എൻറ്റമീബ കൊളയാണത്. ഇനി എൻറ്റമീബ ഇൻവേഡൻസ്. എൻറ്റമീബ ഇൻവേഡൻസ് ഹംലെസ് ആണ്, റിപ്റ്റൈൽസിൽ കാണുന്ന ഒരുതരം സ്പീഷീസാണ്. ഇനി ഇത് എൻറ്റമീബ ജിഞ്ചിവാലിസിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഓക്കെ, സോ എൻറ്റമീബ ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന മനുഷ്യരിൽ ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് അമീബയാണ് എൻറ്റമീബ ജിഞ്ചിവാലിസ്. ഓക്കെ, സോ എൻറ്റമീബ കൊളായ്. എൻറ്റമീബ കൊളായ് എന്ന് പറയുമ്പോൾ എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക അടങ്ങിയിട്ടുള്ള ചില സ്റ്റൂളിൻ്റെ സ്പെസിമെൻസ്, ഹ്യൂമൻ ഫീക്കൽ സ്പെസിമെൻസിലൊക്കെ ചിലപ്പോൾ ഇതും എൻറ്റമീബ കൊളയും അതും കൺഫ്യൂസ് ആവാനുള്ള നല്ല ചാൻസ്, മൈക്രോസ്കോപ്പിക് വ്യൂ നോക്കുമ്പോൾ എൻറ്റമീബ കൊളയും എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്കയും കൺഫ്യൂസ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈ എൻറ്റമീബ കൊളയിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻറ്റമീബ ഇൻവേഡൻസ്. സോ ഒരു എൻറ്റമീബ ഇൻവേഡൻസും എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്കും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. അവരുടെ മോർഫോളജിയും ലൈഫ് സൈക്കിളും ഒക്കെ ഏകദേശം they share the same type of morphology and life cycle. And പിന്നെ എന്താണ്, the only difference it is എൻറ്റമീബ ഇൻവേഡൻസ് റെപ്റ്റൈൽസിനാണ് കാണുന്നതെങ്കിൽ മനുഷ്യരിലാണ് എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക കാണുന്നത്. സിമിലർ ഇൻവേസീവ് ഡിസീസ് ആണ് രണ്ടും കോസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ഇനി എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക. സോ എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്കയാണ് നമ്മൾ ബ്രീഫ്ലി പഠിക്കാൻ പോകുന്നത്. As it causes dysentery, it is popularly known as dysentery amoeba. Okay, so it is an endoparasite seen in human beings. Endoparasite ആണ്. നമുക്കറിയാം പാരസൈറ്റ് തന്നെ രണ്ട് തരമുണ്ട്, എക്ടോപാരസൈറ്റും ഉണ്ട്, എൻഡോപാരസൈറ്റും ഉണ്ട്. സോ എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക്ക is an endoparasite seen in human beings.
ഹ്യൂമൻ ബീങ്സിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കറക്റ്റ് എക്സാക്റ്റ് എവിടെയാണ്? ല്യൂമൻ, മ്യൂക്കോസ് ആൻഡ് സബ് മ്യൂക്കോസൽ ലെയർ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് നമുക്ക് ഈ സ്പീഷീസിനെ കാണാൻ സാധിക്കുന്നത്. ഇൻ സം കേസസ് ഇറ്റ് ബിക്കം സിവിയർ ആൻഡ് പെനിട്രേറ്റ് ടു ബ്ലഡ് വെസൽസ് ആൻഡ് റീച്ചസ് കിഡ്നി, ലിവർ, സ്പ്ലീൻ എന്താണ്? ഗ്രേവ് യാർഡ് ഓഫ് RBC ആൻഡ് ഈവൻ ബ്രെയിൻ. ചില കേസസിൽ ഇവർ ബ്ലഡ് വെസലിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് അടക്കം കോസ് ചെയ്യും. സോ ഇറ്റ് കുഡ് അഫക്റ്റ് കിഡ്നി, ലിവർ, സ്പ്ലീൻ ആൻഡ് അതർ ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ, സ്കിൻ ഒക്കെ അഫക്റ്റ് ചെയ്യും. സോ കൂടുതലും ഇത് കാണുന്ന എവിടെയാണ്? ഇറ്റ് സീൻ ഇൻ ദ റീജിയൻസ് ഓഫ് പുവർ സാനിറ്റേഷൻ. സോ ഇത് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കയുടെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ആണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് വ്യൂ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാണാം, ഫുഡ് വാക്യൂൾസ് കാണാം, പിന്നെ ഇൻജസ്റ്റഡ് RBCs, അതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. സോ നെക്സ്റ്റ് അടുത്തത് നമുക്ക് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കയുടെ മോർഫോളജിയാണ് പഠിക്കാനുള്ളത്. സോ മോർഫോളജി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക ഒക്കേഴ്സ് ഇൻ 3 ഡിസ്റ്റിങ് ഫോംസ് ഇൻ മോർഫോളജി. ഇപ്പോൾ 3 ഡിസ്റ്റിങ് ഫോംസിലാണ് നമുക്ക് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക കാണുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് എ ട്രോഫോസൈറ്റ്. നമുക്ക് ട്രോഫോസൈറ്റ് ഫോമിൽ കാണാം, പിന്നെ ഏത് ഫോമിൽ കാണാം? പ്രീസിസ്റ്റിക് ഫോം ആൻഡ് ദെൻ ഫൈനലി സിസ്റ്റിക് ഫോം. ട്രോഫോസോയിഡ് ഫോമാണ് റിലേറ്റീവ്ലി ലാർജുമാണ് ആൻഡ് ഇറ്റ് ഈസ് ദ അഡൽട്ടറി ഫോമാണ്, റിലേറ്റീവ്ലി ലാർജ് ആണ്, അവർക്ക് ഒരു ഇറഗുലർ ഷേപ്പുമാണ്. ആൻഡ് ട്രോഫോസോയിഡിൻ്റെ ബോഡി ഡീലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദയർ ബോഡി ഈസ് ഡീലിമിറ്റഡ് ബൈ പ്ലാസ്മ ലെമ്മ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ വെച്ച് ഡീലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സൈറ്റോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡായിട്ട്. ഓക്കെ, ഔട്ടർ എക്ടോപ്ലാസവും ഉണ്ട്, ഇന്നർ എൻഡോപ്ലാസവും ഉണ്ട്. ഇനി മൈറ്റോകോൺട്രിയ നമുക്കറിയാം, പവർ ഹൗസ് ഓഫ് ദ സെൽ. നമ്മുടെ മൈറ്റോകോൺട്രിയ ഇവരിൽ ആബ്സെൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനിൽ ട്രോഫോസൈറ്റിൽ ആബ്സെൻ്റ് ആണ്. ഇവർക്ക് സ്ഫെറിക്കൽ ന്യൂക്ലിയസ് ആണുള്ളത് വിത്ത് എ സെൻട്രൽ മാസ് ഓഫ് ക്രൊമാറ്റിൻ. ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇവർക്ക് എന്താണ്? ഒരു ലാർജ് ചങ്ക് അല്ലെങ്കിൽ സെൻട്രൽ മാസ് ഓഫ് ക്രൊമാറ്റിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എൻഡോസോം അല്ലെങ്കിൽ കാരിയോസോം. ഇവിടെ എൻഡോസോം ഏതാണ്? ഇതാണ് എൻഡോസോം. ഓക്കെ, സോ ദിസ് ഇസ് എൻഡോസോം. ഇതാണ് എൻഡോസോം. ആൻഡ് നമ്മുടെ RBC ഏതാണ്? ഇതാണ് RBC, ഇൻജസ്റ്റഡ് RBC ആസ് ഇറ്റ് ഈസ് ഇൻ ദ ഹോസ്റ്റ്. നമ്മുടെ ഹോസ്റ്റ് ബോഡിയിൽ കാണുന്നത് കൊണ്ട് ഇവർ റെഡ് ബ്ലഡ് സെൽസ് ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ, ഫുൾ ഡാർക്ക് ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഇൻജസ്റ്റഡ് RBC. ഓക്കെ, ഇനി ട്രോഫോസോയിറ്റ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ട്രോഫോസോയിറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ് ആൻഡ് ദാറ്റ് ഈസ് മാഗ്ന ഫോം ആൻഡ് മൈന്യൂട്ട ഫോം. സോ മാഗ്ന ഫോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 to 30 µm. ഓക്കെ, 20 to 30 µm ആണ് മാഗ്ന ഫോമിലുള്ളത്. സോ ഇറ്റ് ഈസ് ദ ലാർജ് ആൻഡ് ഹാംഫുൾ ഹിമറ്റോഫേഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഫീഡ്സ് ഓൺ ബ്ലഡ് സെൽസ്. ഹ്യൂമൻ ബ്ലഡ് സെൽസിൽ ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിമറ്റോഫേഗസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻഹാബിറ്റ്സ് ദ അൾസേഴ്സ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് റിസംബിൾസ് ടു സ്ട്രക്ചർ ഓഫ് അമീബ ബട്ട് ഡിഫർ ഇൻ പാരസൈറ്റിക് മോഡ് ഓഫ് ലൈഫ്. അമീബയുടെ സ്ട്രക്ചറിന് ഇത് റിസംബിൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പാരസൈറ്റിക് മോഡ് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ദ മൈന്യൂട്ട ഫോം. മൈന്യൂട്ട ഫോം സ്മോൾ ആണ്. ഇറ്റ് ഈസ് ദ ഹാംലെസ് ആയിട്ടുള്ള ഫോമാണ് ആൻഡ് ഇറ്റ് ലിവ്സ് ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ. നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ല്യൂമനിൽ മൈന്യൂട്ട ഫോം കാണാം. സോ ഇതാണ് മാഗ്ന ഫോം ആൻഡ് ദിസ് ഇസ് ദ മൈന്യൂട്ട ഫോം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദ പ്രീസിസ്റ്റിക് ഫോം. പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുക ആക്ച്വലി ഇറ്റ് ജസ്റ്റ് എ ട്രാൻസിറ്ററി സ്റ്റേജ് ആണ്. ട്രോഫോസൈറ്റിൻ്റെയും സിസ്റ്റിക് ഫോമിൻ്റെയും ട്രാൻസിറ്ററി സ്റ്റേജ് ആണ് ഈ പ്രീസിസ്റ്റിക് ഫോം. ഇപ്പോൾ പ്രീസിസ്റ്റിക് ഫോം എന്താണ്? സ്മോൾ ഇൻ സൈസ് ആണെങ്കിലും ഇവർക്ക് ലാർജ് ന്യൂക്ലിയസ് ആണുള്ളത്. ഇറ്റ് ഈസ് റൗണ്ട് ഓർ ഓവോയിഡ് ഇൻ ഷേപ്പ്. ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവോയിഡ് ആണ്. അവർക്കൊരു ബ്ലണ്ട് സൂഡോപോഡിയമാണ്. നോട്ട്സ് അത്ര ഫങ്ഷനിങ് ആവാത്ത സൂഡോപോഡിയം എന്നാണ് ആക്ച്വലി മീൻ ചെയ്തതെന്ന് തോന്നുന്നു. ബ്ലണ്ട് സൂഡോപോഡിയമാണ് അവർക്കുള്ളത്. ഫുഡ് വാക്യൂൾസ് ആൻഡ് ഇൻജസ്റ്റഡ് RBCs ആർ ആബ്സെൻറ്റ്. ഇവരിൽ നമുക്ക് നേരത്തെ ട്രോഫോസോയിറ്റിൽ ഫുഡ് വാക്യൂൾസും ഇൻജസ്റ്റഡ് RBCയും കാണാൻ സാധിച്ചിരുന്നു അല്ലേ. ഇനി പ്രീസിസ്റ്റിക് ഫോമിൽ ഫുഡ് വാക്യൂൾസും ഇൻജസ്റ്റഡ് RBCയും നമുക്ക് കാണാൻ പറ്റില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ദ സിസ്റ്റിക് ഫോം. ഓക്കെ,
സിസ്റ്റിക് ഫോം ആണ് നമ്മുടെ എൻസിസ്റ്റഡ് സ്റ്റേജ്. എൻസിസ്റ്റഡ് സ്റ്റേജ് ആണ് സിസ്റ്റിക് ഫോം. ഇനി ഇൻ ഏർലി ഫോംസ് എൻഡോപ്ലാസം കണ്ടെയ്ൻസ് എ മാസ് ഓഫ് ഗ്ലൈക്കോജൻ കോൾഡ് ക്രോമാറ്റിൻ ബോഡീസ് ഓർ ക്രോമാറ്റിഡ് ബാൾസ്. അപ്പോൾ ഈ എൻഡോപ്ലാസത്തിൽ നമുക്ക് എന്ത് കാണാം? ഒരു ഗ്ലൈക്കോജൻ്റെ മാസ് കാണാം. ഗ്ലൈക്കോജൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ക്രോമാറ്റിഡ് ബോഡീസ് അല്ലെങ്കിൽ ക്രോമാറ്റിഡൽ ബാൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമിലർലി ഒരു ക്വസ്റ്റൻ അറൈസ് ചെയ്യാം, സിസ്റ്റിക് ഫോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസർവ് ഫുഡ് ഏതാണ്? റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. വാട്ട് ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ സിസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വുഡ് ബി ഗ്ലൈക്കോജൻ. ഓക്കെ, ഇപ്പോൾ ക്രോമാറ്റിഡ് ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ മാസ് ഓഫ് ഗ്ലൈക്കോജൻ ആൻഡ് ക്രോമാറ്റിഡ് ബോഡീസ് ആർ തോട്ട് ടു ബി ക്രിസ്റ്റലൈൻ അഗ്രിഗേഷൻസ് ഓഫ് റൈബോസോം. റൈബോസോമിൻ്റെ ക്രിസ്റ്റലൈൻ അഗ്രിഗേഷൻസ് ആണ് നമ്മുടെ ആക്ച്വലി ക്രോമാറ്റിഡ് ബോഡീസ്. ഓക്കെ, ഇനി ഈ സിസ്റ്റ് മെച്ചുവർ ആകുമ്പോൾ ഇറ്റ് ഗ്രാജുവലി എന്താണ് അത് അതിൻ്റെ ക്രോമാറ്റിഡ് ബോഡീസും ഗ്ലൈക്കോജനും എല്ലാം ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് സിസ്റ്റ് വാട്ട് ഇറ്റ് ഡൂസ്, ഇറ്റ് അണ്ടർഗോസ് ന്യൂക്ലിയർ ഡിവിഷൻ. മൈറ്റോസിസ് വഴി അവരെന്ത് ഫോം ചെയ്യും? ഒരു ബൈന്യൂക്ലിയേറ്റ്, ദെൻ ഇറ്റ് ബിക്കം എ ക്വാഡ്രി ന്യൂക്ലിയേറ്റ് സിസ്റ്റ്. ഒരു മൈറ്റോസിസ് അണ്ടർഗോ ചെയ്ത് യൂണിന്യൂക്ലിയേറ്റ് സിസ്റ്റ് എന്തായി മാറും? ബൈന്യൂക്ലിയേറ്റ് ആവും. ദെൻ ഇറ്റ് transforms to quadrinucleate system. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലൈഫ് സൈക്കിൾ ഓഫ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഓക്കെ, സോ എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക അവരുടെ ലൈഫ് സൈക്കിൾ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 5 മെയിൻ സ്റ്റെപ്സ് ഇൻ എ സിംഗിൾ ഹോസ്റ്റ്. മനുഷ്യരിലാണ് ഇവർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ 5 മെയിൻ സ്റ്റെപ്സ് 5 മെയിൻ സ്റ്റെപ്സിൽ ഇവർ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഇറ്റ് ഈസ്? മൈന്യൂട്ട സ്റ്റേജ്, മാഗ്ന സ്റ്റേജ്, പ്രീസിസ്റ്റിക് സ്റ്റേജ്, എൻസിസ്റ്റഡ് സ്റ്റേജ് ആൻഡ് മെറ്റാസിസ്റ്റിക് സ്റ്റേജ്. ഓരോന്നും ഡീറ്റെയിലി നോക്കാം. സോ വാട്ട് ഈസ് മൈന്യൂട്ട സ്റ്റേജ്? മൈന്യൂട്ട സ്റ്റേജ് എന്ന് പറയുന്നത് നോൺ പാത്തോജനിക് സ്റ്റേജ് ആണ്. ഇവരെന്താണ് മൈന്യൂട്ട സ്റ്റേജിലുള്ളപ്പോൾ വിറുലൻ്റ് ആവും, കുറച്ച് ഡേഞ്ചറസ് പോയ്സണസ് ആവും. അവരത് എന്താകും? മാഗ്ന സ്റ്റേജിലോട്ട് ട്രാൻസ്ഫോം ആവും. ഈ മാഗ്ന സ്റ്റേജാണ് ഇൻഡസ്റ്റൈനൽ ടിഷ്യൂസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് നെക്രോസിസ് സംഭവിച്ച് ഇൻഡസ്റ്റൈനൽ അമീബിയാസിസും അമീബിക് ഡിസെൻട്രിയും കോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഇൻഡസ്റ്റൈനൽ ടിഷ്യൂസ് ആൻഡ് കോസസ് എന്നുണ്ട് ആൻഡ് കോസസ് ഇൻഡസ്റ്റൈനൽ അമീബിയാസിസ് ആൻഡ് അമീബിക് ഡൈസെൻട്രി. ഓക്കെ, ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം മാഗ്ന കംസ് ഔട്ട് ടു ഇൻഡസ്റ്റൈനൽ ക്യാവിറ്റിയിലേക്ക് വന്ന് ഇറ്റ് ബിക്കംസ് ഡിവോയ്ഡ് ഓഫ് വാക്യൂൾസ്. എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ലോസ് ഇറ്റ്സ് വാക്യൂൾസ് ആൻഡ് ട്രാൻസ്ഫോം ടു പ്രീസിസ്റ്റിക് ഫോം. അവരെന്താണ് മാഗ്ന സ്റ്റേജിലുള്ളപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ അവരുടെ വാക്യൂൾസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവരെന്താണ് പ്രീസിസ്റ്റിക് ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ഈ പ്രീസിസ്റ്റിക് ഫോമാണ് ഗ്ലൈക്കോജന് സിന്തസൈസും സ്റ്റോറും ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് സിന്തസൈസ് ആൻഡ് സ്റ്റോർസ് ഗ്ലൈക്കോജൻ, ക്രോമാറ്റിഡ് ബോഡീസ് ആൻഡ് ഇൻ എൻഡോപ്ലാസം. ഓക്കെ, ക്രോമാറ്റിഡ് ബോഡീസും ഗ്ലൈക്കോജനും എല്ലാം സ്റ്റോർ ചെയ്യും. സോ നെക്സ്റ്റ് ഇസ് എൻസിസ്റ്റഡ് സ്റ്റേജ്. അപ്പോൾ എൻസിസ്റ്റഡ് സ്റ്റേജ് എന്താണ്? എൻസിസ്റ്റഡ് സ്റ്റേജിൽ നമുക്ക് സിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. സോ ദിസ് ഫോം ഡെവലപ്സ് എ ഡബിൾ വാൾഡ് റെസിസ്റ്റൻറ്റ് കവറിങ് എ സിസ്റ്റ് ആൻഡ് ഈസ് കോൾഡ് ദ എൻസിസ്റ്റമെൻറ്റ്. അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് അവർ എൻസിസ്റ്റമെൻറ്റ് അണ്ടർഗോ ചെയ്യും. സോ എൻസിസ്റ്റമെൻറ്റ് എന്താണ്? ഫോർമേഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡബിൾ വാൾഡ് റെസിസ്റ്റൻറ്റ് കവറിങ്. അതിനെയാണ് നമ്മൾ എൻസിസ്റ്റമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് അണ്ടർഗോസ് എൻസിസ്റ്റമെൻറ്റ് കഴിഞ്ഞ് അവരെന്താണ് സംഭവിക്കുക? മിയോട്ടിക് അല്ല കേട്ടോ, മൈറ്റോട്ടിക് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് ആസ് വി മെൻഷൻഡ് ഓൾറെഡി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രീസിസ്റ്റിക് ഫോം ഒന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അവരെന്താണ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്ത് സിസ്റ്റ് ബൈന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആവും. ദെൻ ഇറ്റ് വുഡ് ബിക്കം ക്വാഡ്രിന്യൂക്ലിയേറ്റ് സ്റ്റേജ്. അപ്പോൾ ഈ ക്വാഡ്രിന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ദ പാരസൈറ്റിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ് ഈ ക്വാഡ്രിന്യൂക്ലിയേറ്റ് സ്റ്റേജ്. ഓക്കെ, ഇത് കഴിഞ്ഞ് എന്താണ് അടുത്ത സ്റ്റേജ് വരുന്നത്? മെറ്റാസിസ്റ്റിക് സ്റ്റേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെട്രാന്യൂക്ലിയേറ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്റ്റീവ് ഫോമിലാണ്. അപ്പോൾ പാരസൈറ്റ് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇൻഫെക്റ്റീവ് ഫോമിലാണ് അതുള്ളത്. അപ്പോൾ ഈ ഇൻഫെക്റ്റീവ് സിസ്റ്റം എന്താണ് ഒരു ഹ്യൂമൻ ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ ആദ്യം ആ ഇൻഫെക്റ്റീവ് സിസ്റ്റം വെള്ളം ഫുഡൊക്കെ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ദാറ്റ് ഫുഡ് ആൻഡ് വാട്ടർ ദ ഹ്യൂമൻ ബീങ് വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ്. മനുഷ്യർ ഇൻഫെക്റ്റ് ചെയ്യും. ആ വെള്ളവും ഭക്ഷണവും അതിൽ കൂടിയാണ് മനുഷ്യർ ഇൻഫെക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഈ
സിസ്റ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് വാട്ടർ ഹ്യൂമൻ ബീങ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ then they will become infective. So the infective cyst when swallowed by a human, നമ്മൾ മനുഷ്യരൊരാൾ ഇൻഫെക്റ്റീവ് സിസ്റ്റ് swallow ചെയ്യുകയാണെങ്കിൽ at the ileum of intestine wall get ruptured and this is called excistation. സോ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴാണ് ഈ വാൾ റപ്ചർ ചെയ്യുന്നത്. സോ നമുക്കറിയാം അതിനു മുന്നേ നമ്മൾ സ്റ്റൊമക്കിൽ കൂടെയൊക്കെ പോകും. പക്ഷേ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് സെക്രീഷൻസ് നമുക്കറിയാം കുറേയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. കുറേ ഡിസീസും കുറേ ബാക്ടീരിയാസിന് അതിനൊക്കെ നമ്മൾ കിൽ ചെയ്യാൻ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഹെൽപ്ഫുൾ ആണ്. ബട്ട് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കേനെ ഗ്യാസ്ട്രിക് സെക്രീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്യാസ്ട്രിക് സെക്രീഷനിൽ അവർക്ക് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സ്റ്റൊമക്കിൽ കൂടി എത്തി ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈലിയം പാർട്ട് ടെർമിനൽ പാർട്ട് ഓഫ് ദ ഈലിയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സിസ്റ്റ് വാൾ എന്താവും റപ്ചർ ചെയ്യും. സോ സിസ്റ്റ് വാൾ റപ്ചർ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എക്സിസ്റ്റേഷൻ. സോ രണ്ട് മെയിൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, പ്രൊസീജിയേഴ്സ്. എൻസിസ്മെൻറ്റും ഉണ്ട്, എക്സിസ്റ്റേഷനും ഉണ്ട്. എൻസിസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ വാൾ അവിടെ ഡെവലപ്പാണ് ചെയ്യുന്നത്. വെറാസ് എക്സിസ്റ്റേഷൻ ആണെങ്കിൽ ആ വാള് റപ്ചർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ എക്സിസ്റ്റേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഈ പാരസൈറ്റ് ഫ്രീ ആണ്. ഇപ്പോൾ ഈ പാരസൈറ്റ് ഈസ് സെറ്റ് ഫ്രീ ആൻഡ് ദിസ് എക്സിസ്റ്റഡ് ടെട്രാന്യൂക്ലിയേറ്റ് അമീബയാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മെറ്റാസിസ്റ്റിക് സ്റ്റേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൽ വാൾ പോയി കഴിഞ്ഞാൽ ആ ഇതിനെ പറയുന്നത് ആ അമീബേനെ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മെറ്റാസിസ്റ്റിക് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസും ഈ സെൽ വാൾ റപ്ചർ ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്, ഈ മെറ്റാസിസ്റ്റിക് അമീബ എന്താണ്, ഇറ്റ് വിൽ അണ്ടർഗോ ന്യൂക്ലിയർ ഡിവിഷൻ. ഈ മെറ്റാസിസ്റ്റിക് അമീബ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ആദ്യം ഒരു 8 യൂണിന്യൂക്ലിയേറ്റ് അമീബിലയായി മാറും. ഓക്കെ, 8 ന്യൂക്ലിയേറ്റ് മെറ്റാസിസ്റ്റിക് അമീബയായി മാറും. പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ വഴി അവർ വീണ്ടും 8 യൂണിന്യൂക്ലിയേറ്റ് അമീബിലയായി മാറും. സോ ഇറ്റ് വിൽ അണ്ടർഗോ ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് ഫോം 8 യൂണിന്യൂക്ലിയേറ്റ് അമീബിലെ. ആൻഡ് ഇവർ ക്വാഡ്രിന്യൂക്ലിയേറ്റ് അമീബ അണ്ടർഗോസ് ന്യൂക്ലിയർ ഡിവിഷൻ ടു ഫോം 8 ട്രോഫോസൈറ്റ്സ് അല്ല, ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് അവർ ആദ്യം 8 യൂണിന്യൂക്ലിയേറ്റ് അമീബിലയായി മാറും. പിന്നെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ മെച്യൂർ ആവുമ്പോൾ അവരെന്താണ്, ട്രോഫോസൈറ്റ്സ് മാറും. ദി ഗ്രോ ടു മെച്യൂർ മെറ്റാസിസ്റ്റിക് ട്രോഫോസോയിഡ്. അവർ ഗ്രോ ചെയ്ത് മെറ്റാസിസ്റ്റിക് ട്രോഫോസോയിഡ്സ് ആയി മാറും. ദെൻ ഇറ്റ് വിൽ അണ്ടർഗോ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ അണ്ടർഗോ ചെയ്ത് അഗെയിൻ അവർ മൈന്യൂട്ട ഫോംസ് പ്രൊഡ്യൂസ് ചെയ്ത് ലൈഫ് സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആ മൈന്യൂട്ട ഫോംസ്, ആ സിസ്റ്റ് അടങ്ങിയിട്ടുള്ള മൈന്യൂട്ട ഫോംസ് വെൻ ഇറ്റ് ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ്, ഫുഡായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ഒരു ഹ്യൂമൻ ബീങ് അത് കൺസ്യൂം ചെയ്യാമെങ്കിൽ സ്വാളോ ചെയ്യും. സ്വാളോ ചെയ്തിട്ട് ഇൻറ്റസ്റ്റൈനിലേക്ക് കൂടെ സെൽ വാൾ റപ്ചർ ചെയ്യും, ഇൻഫെക്റ്റഡ് സ്റ്റേജ് ആവും. ഫീക്കൽ മാറ്ററിൽ കൂടി നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സിസ്റ്റ്, ഫീക്കൽ. അപ്പോൾ ആ ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ സ്റ്റൂൾസിലും ഫീക്കൽസിലും സിസ്റ്റ് അടങ്ങിയിട്ടുണ്ടാവും. ദെൻ അഗെയിൻ ഈ സിസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ ബൈ ചാൻസ് കണ്ടാമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഫുഡ് വാട്ടർ വേറൊരാൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ദെൻ ഡിസീസ് സ്പ്രെഡ്. അങ്ങനെയാണ് ഡിസീസിൻ്റെ സ്പ്രെഡിങ് നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഇനി എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കയിൽ തന്നെ ഇൻഫെക്ഷൻ, 2 ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് കാണാം. ഓക്കെ, നോൺ ഇൻവേസീവ് ഇൻഫെക്ഷനും കാണാം, ഇൻവേസീവ് ഇൻഫെക്ഷനും കാണാം. സോ നോൺ ഇൻവേസീവ് ഇൻഫെക്ഷൻ എന്താണ്? നോൺ ഇൻവേസീവ് ഇൻഫെക്ഷനിൽ ഇതൊരു എപ്പിത്തീലിയൽ സെല്ലാണെങ്കിൽ, ഇതൊരു എപ്പിത്തീലിയൽ സെൽ, ഇവിടെ ബ്ലഡ് സ്ട്രീം കാണാം, ഇവിടെ നമുക്ക് മ്യൂക്കസ് ലൈനിങ് കാണാം. സോ മ്യൂക്കസ് ലൈനിങ്ങിൻ്റെ സൈഡിൽ ഈ ട്രോഫോസോയിഡ്സ് എന്താണ്, ഗ്ലൈഡ് ചെയ്യും. സോ പ്ലീസ് കൺസിഡർ, ഇതൊരു ട്രോഫോസൈറ്റ് കൺസിഡർ ചെയ്യാം. സോ ഈ ട്രോഫോസൈഡ്സ് ഈ മ്യൂക്കസ് ലൈനിങ്ങിൽ ഗ്ലൈഡ് ചെയ്യും. സോ നോൺ ഇൻവേസീവ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ സിംപ്ലി ഈ മ്യൂക്കസ് ലൈനിങ്ങിനെ ഗ്ലൈഡേ ചെയ്യുള്ളൂ. അകത്തേക്ക് ഇവർക്ക് എപ്പിത്തീലിയൽ സെൽസിലേക്ക് ഇവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമുക്ക് നോൺ ഇൻവേസീവ് ഇൻഫെക്ഷനിൽ കാണുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സോ ഡേഞ്ചറസ്. അത് ഇൻവേസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇറ്റ്സ് നോട്ട് ടു ഡേഞ്ചറസ്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേസീവ് ഇൻഫെക്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട്, നോൺ ഇൻവേസീവ് പറഞ്ഞു. ഇനി ഇൻവേസീവ് ഇൻഫെക്ഷൻ എന്താണ്? ഇൻവേസീവ് ഇൻഫെക്ഷനിൽ സിമിലർ ഒരു എപ്പിത്തീലിയൽ സെൽസ്, ബ്ലഡ് സ്ട്രീം, ഇവിടെ ട്രോഫോസൈറ്റ്. ഓക്കെ, സോറി, ഇത് മ്യൂക്കസ് ലൈനിങ്. അപ്പോൾ ട്രോഫോസൈറ്റ് എന്ത് ചെയ്യും, ഇൻവേസീവ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രോഫോസോയിഡ്സ് ഈ മ്യൂക്കസ് ലൈനിങ് ബ്രേക്ക് ചെയ്ത് ഈ മ്യൂക്കസ് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് കടക്കും. പുറത്തേക്ക് കടന്നിട്ട് എന്താണ്, ഈ എപ്പിത്തീലിയൽ സെൽസ് എല്ലാം ഡാമേജ് ചെയ്യും. എപ്പിത്തീലിയൽ സെൽസ് ബ്രേക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവർ എപ്പിത്തീലിയൽ സെൽസ് ബ്രേക്ക് ചെയ്ത്
ഈ ബ്ലഡ് സ്ട്രീമിൻ്റെ അകത്തേക്ക് കയറും. സോ ഈ ഇൻഫെക്ഷനിലാണ് കുറച്ചുകൂടി സിവിയർ ഡേഞ്ചറസ് ആയിട്ട് കാണുന്നത്. സോ ഈ ഇൻവേസീവ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനിലാണ് എന്താണ് ബ്ലഡ് സ്ട്രീമിൽ എഫക്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് സ്ട്രീമിൽ എൻ്റർ ചെയ്തവർ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡിസീസൊക്കെ കോസ് ചെയ്യും. അതായത് നമ്മൾ ലങ്സ്, ബ്രെയിൻ, ലിവർ, കിഡ്നി, സ്പ്ലീൻ ഇവരൊക്കെ എഫക്റ്റ് ചെയ്യും. സോ ഈ കേസിലാണ് നമുക്ക് സ്റ്റൂൾസിൽ ബ്ലഡും പസ്സൊക്കെ കാണാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇൻവേസീവ് ഇൻഫെക്ഷനും ഉണ്ട്, നോൺ ഇൻവേസീവ് ഇൻഫെക്ഷനും ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പാത്തോജെനിസിറ്റി ആൻഡ് ക്ലിനിക്കൽ സിംറ്റംസ്. എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക ഈസ് നോട്ട് ഓൾവേസ് പാത്തോജനിക്. എപ്പോഴും പാത്തോജനിക് അല്ല എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക, ബട്ട് ഇൻ സം കേസസ് ഇറ്റ് ഈസ്. സം കേസസിൽ മാത്രമാണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക പാത്തോജനിക് ആവുന്നത്. സോ പാത്തോജനിക് ആവുന്ന കേസിൽ തന്നെ ഇവരെന്താണ് ഇൻറ്റസ്റ്റൈനൽ വാൾ ഇൻവേഡ് ചെയ്ത് നെക്രോസിസും ഡിസ്ട്രക്ഷനും ഒക്കെ കോസ് ചെയ്യും. സോ ഈ നെക്രോസിസിനും ഡിസ്ട്രക്ഷനും കോസ് ചെയ്യുന്നു. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ എൻസൈം ഏതാണ്? ഇറ്റ് ഈസ് ദ സൈറ്റോലൈസിൻ ഓർ ഹിസ്റ്റോലൈസിൻ. ഓക്കെ, നെക്രോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് എ ഡാമേജ്, ഡെത്ത് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ടിഷ്യൂസ്. എന്തെങ്കിലും ഒരു ഡിസീസ് കാരണം ടിഷ്യൂസിൻ്റെ ഡെത്തിനെയാണ് നമ്മൾ നെക്രോസിസ് എന്ന് പറയുന്നത്. സോ ദ ഡിസ്ട്രക്ഷൻ ഈസ് കോസ്ഡ് ബൈ ദ സെക്രീഷൻ ഓഫ് ഹിസ്റ്റോലൈസിൻ ആണ്, ഹിസ്റ്റോലൈസിൻ ഓർ സൈറ്റോലൈസിൻ, ആൻഡ് ലീഡ്സ് ടു ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ്. സോ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു. എന്തുവഴി? ബൈ ദ സെക്രീഷൻ ഓഫ് സൈറ്റോലൈസിൻ. സൈറ്റോലൈസിൻ ആണ് ഈ ഡിസ്ട്രക്ഷനും നെക്രോസിസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ടിഷ്യൂ ഡിസോൾവിങ് എൻസൈം. ആൻഡ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ബൈ ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ക്യാരക്ടറൈസ് ചെയ്യും. ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഷൻ എന്ന് പറയുമ്പോൾ ഡാമേജ്, ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയോ ഒരു അമീബിയോ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡാമേജ്, അതിനെയാണ് നമ്മൾ ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അൾസറേഷൻ. ഓക്കെ, ഇനി അമീബിക് ഡിസെൻട്രി എന്താണ്? നമ്മൾ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് പഠിച്ചു, അതിനെ ക്യാരക്ടറൈസ് ചെയ്ത് വന്ന സിംറ്റംസ് നോക്കി. ഇനി അമീബിക് ഡിസെൻട്രി എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ആൻഡ് പസ് ഫസ്റ്റ് ടു ദ ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ ആൻഡ് ദെൻ ഔട്ട്സൈഡ് അലോങ് വിത്ത് ലൂസ് ഫീഷീസ്. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെയും പസിൻ്റെയും ഡിസ്ചാർജ് ഫസ്റ്റ് ഈ അമീബിക് ഡിസെൻട്രിയിൽ നമുക്ക് ആദ്യം കാണുന്നത് ഈ ബ്ലഡും പസ്സും ഇൻറ്റസ്റ്റൈനൽ ല്യൂമനിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ദെൻ ഇറ്റ് ഓൾസോ ഡിസ്ചാർജ് അലോങ് വിത്ത് ദ ലൂസ് ഫീക്കീസ്. ലൂസ് ഫീഷീസിൻ്റെ ഫീക്കൽ മാറ്ററിൻ്റെ ഒപ്പം നമുക്ക് എന്താണ്? ഈ ബ്ലഡും പസ്സും കാണും. ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് അമീബിക് ഡിസെൻട്രി, ഈ ഒരു പേഴ്സണൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ സിംറ്റംസ് എന്താണ്? പുവർ അപ്പറ്റൈറ്റ്, ഇൻഫ്ലേറ്റഡ് അബ്ഡമൻ, ഡയറിയ, ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് സ്റ്റൂൾസ്. ഇതൊക്കെയാണ് അവരുടെ ആ ഡിസീസിൻ്റെ സിംറ്റംസ്. ഇനി ഇഫ് ദ ഡിസീസ് ഈസ് ഡിസീസ് അൺട്രീറ്റഡ് ആണെങ്കിൽ, സിവിയർ ആവുമ്പോൾ അതെന്താണ്? അതൊരു ക്രോണിക് അമീബിയസിസിലേക്ക് ലീഡ് ചെയ്യും. സോ നമുക്കറിയാം, ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി മോർ സിവിയർ. അപ്പോൾ അതെന്താണ്? ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അൺട്രീറ്റഡ് ഇറ്റ് വിൽ ലീഡ് ടു ക്രോണിക് അമീബിയാസിസ്. ക്രോണിക് അമീബിയാസിസിൽ എന്താണ് കാണുന്നത്? അനീമിയ, അനീമിക് ഗ്രാനുലോമ. അനീമിക് ഗ്രാനുലോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്യൂമർ ലൈക്ക് ഗ്രോത്ത്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു ട്യൂമർ ഗ്രോ ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അമീബിക് ഗ്രാനുലോമ എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ അൾസേഴ്സ് കാണാം. എവിടെ? ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. സോ ഇതാണ് ഒരു സ്ട്രക്ചർ, അൾസറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത്. നോക്കൂ, ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറാണ് അൾസറിൻ്റെ. കണ്ടില്ലേ? ഇങ്ങനെ ഒരു ഷേപ്പാണ് അൾസറിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്രോണിക് അമീബിയാസിസ് ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നതാണ് അക്യൂട്ട് അമീബിയാസിസ്. അക്യൂട്ട് അമീബിയാസിസ് എന്തിനെ കമ്പനൈ ചെയ്യുന്നു? ഇറ്റ് ഈസ് കമ്പനൈഡ് ബൈ പെർഫോറേഷൻസ് ഇൻ ഇൻറ്റസ്റ്റൈനൽ വാൾ. ഇൻറ്റസ്റ്റൈനൽ വാളൊക്കെ കുറച്ച് പെർഫോറേറ്റഡ് ആവാൻ തുടങ്ങും, കുറച്ച് സ്വെള്ളൻ ആവാൻ തുടങ്ങും. ഹീമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിക്കകത്ത് കാണുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഹീമറേജ് എന്ന് പറയുന്നത്. ഹീമറേജ് ഫ്രം ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിംഗ് ആണ് അതിൻ്റെ സിംറ്റം. എക്സ്ട്രീം കൺസ്ട്രിക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ. ലിനൻ അല്ല, ല്യൂമൻ ആണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ്റെ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുത്, നാരോ ആവുക, ഭയങ്കര തിന്നായി മാറുക. അതാണ് വേറൊരു സിംറ്റംസ്. അപ്പോൾ ഇതിൻ്റെ എപ്പിഡെമിയോളജി നോക്കുകയാണെങ്കിൽ, ഒരു രോഗം, എപ്പിഡെമിയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ലീഡ്സ് വിത്ത് ദ കോസസ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസ് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ കോസസ് ഒക്കെ നോക്കുന്നതിൻ്റെ ആ സ്റ്റഡീനെ പറയുന്നതാണ് എപ്പിഡെമിയോളജി. അപ്പോൾ ഈ ഡിസീസിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ഹ്യൂമൻ തന്നെയാണ്. സോഴ്സ് എന്തിൽ നിന്നാണ് നമുക്ക് ഈ ഡിസീസ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ത്രൂ കോണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ,
കൊണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്നാണ് നമുക്ക് ഡിസീസ് കിട്ടുന്നത്. ഈ ട്രാൻസ്മിഷൻ്റെ മോഡ് ഏതാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫീക്കൽ ഓറൽ റൂട്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാവാം. വെക്ടേഴ്സ് ഇൻ സം വെരി റേറ്റ് കേസസ് വെക്ടേഴ്സ് ആവാം, ഹൗസ് ഫ്ലൈസ്, അതൊക്കെ വഴി ഡിസീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വെരി റയർലി ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. ഓക്കെ, ഇനി ഈ ഡിസീസ് ഹൗ കുഡ് ബി പ്രിവെൻറ്റ് ദിസ് ഡിസീസ്? ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ ആദ്യം മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ഡിസീസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടറൊക്കെ നന്നായി പ്യൂരിഫൈ ചെയ്ത് കുടിക്കണം. സോ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് കേസ് ആൻഡ് ക്യാരിയേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസ് അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നന്നായിട്ടുള്ള ബെറ്റർ മാനേജ്മെൻറ്റ് വേണം. സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഫീക്കൽസ്, പ്രിവെൻഷൻ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ടോപ്പിക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.